എവ്രിവൺ, ഞാൻ ഷാരിക. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ അഞ്ചേരി ചെറിയിലുള്ള 8 ഇയേഴ്സ് വളരെ സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ടോറസ് ഫിറ്റ്നസ് സെന്ററിലാണ്. ഇവിടെ സീക്രറ്റ് ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഹീറോസ് ആയ ആർമി, നേവി, എയർഫോഴ്സ് ഇവർക്കൊക്കെ വളരെ ഫ്രീ ആയിട്ട് ഇവിടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ടേ. അതിനായിട്ട് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് സിഇഒയും ഓണറുമായ ആദിത്യനാഥ് സുരേന്ദ്രൻ സാറാണ്. നമുക്ക് ആളോട് തന്നെ ടോറസ് ഫിറ്റ്നസ് സെന്ററിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാം. ഹലോ സർ, വെൽക്കം. സർ, എന്തുകൊണ്ടാണ് ജിം ഒരു കരിയർ ആയിട്ട് ചൂസ് ചെയ്തത്? എന്തെങ്കിലും റീസൺസ് ഉണ്ടോ സ്പെസിഫിക് ആയിട്ട്? ഞാൻ 10th പഠിക്കുമ്പോഴാണ് ആദ്യമായി ജിമ്മിൽ പോയി തുടങ്ങുന്നത്. ജിമ്മിൽ പോയി തുടങ്ങിയതിന് ശേഷം അവിടെ എത്തി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ എൻ്റെ ഒപ്പം പഠിക്കുന്നത് തന്നെയായിരുന്നു. അവൻ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ അവൻ ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്തതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് നമ്മളെ കൊണ്ടും ഇത് പറ്റും എന്നുള്ളൊരു ചിന്ത വന്ന് അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. അങ്ങനെ ഞാനൊരു ബോഡി ബിൽഡിങ്, ഒരു സാധാരണ ജിമ്മിൽ പോകുന്നു എന്നതിനപ്പുറം ഒരു ബോഡി ബിൽഡർ ആവാൻ വേണ്ടി പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി. ആദ്യത്തെ വർഷം തന്നെ എനിക്ക് മിസ്റ്റർ തൃശ്ശൂർ ചാമ്പ്യൻ ആവാൻ പറ്റി. അതിനുശേഷം 6 വർഷത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയി കോമ്പറ്റീഷൻസ് ചെയ്തു. എല്ലാ വർഷവും ഞാൻ വിൻ ചെയ്തു. എനിക്ക് മിസ്റ്റർ കേരള വരെ എത്താൻ പറ്റി. നാഷണൽസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പക്ഷേ അതിൽ ചാമ്പ്യൻ ആവാൻ പറ്റിയില്ല. അങ്ങനെയാണ് എനിക്ക് ഈ ഫീൽഡിലേക്ക് താല്പര്യം തോന്നി, ഇൻട്രസ്റ്റ് ആയി വന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ജിമ്മല്ല, ടോറസ് ന്യൂട്രീഷൻ എന്നുള്ള പേരിലൊരു പ്രോട്ടീൻ പൗഡറിൻ്റെ ഷോപ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അത് സക്സസ് ആയി റൺ ആയതിനു ശേഷമാണ് ടോറസ് ഫിറ്റ്നസ് സെൻ്റർ എന്നുള്ള പേരിൽ ഈ ഒരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നീട് ടോറസിൻ്റെ പേരിൽ ഒരുപാട് വേറെ ബിസിനസ്സുകൾ അതിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ഈ ടോറസ് എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? ടോറസ് എന്ന് പറയുമ്പോൾ എനിക്ക് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനായി ബന്ധപ്പെട്ട ഒരു പേരായിരിക്കണം എൻ്റെ ബിസിനസ്സുകൾക്ക്. എല്ലാത്തിനും ഒരേ പേര് വെച്ച് തന്നെ ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ സോഡിയാക് സൈൻ വരുന്നത് ടോറസ് ആണ്. അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുമ്പോൾ ബുൾ സ്ട്രെങ്ത് പവർ എന്നാണല്ലോ. അപ്പോൾ നമുക്കത് ജിമ്മിലേക്ക് കണക്ട് ചെയ്യാനും പറ്റും. അപ്പം അങ്ങനെ ടോറസ് ന്യൂട്രീഷൻ ഫുഡ് സപ്ലിമെൻറ്റ്സ് ആണ് പ്രോട്ടീൻ പൗഡർ ജിമ്മിലേക്കും എല്ലാവർക്കും ആവശ്യമുള്ളത്. പിന്നെ ഒരു ഫിറ്റ്നസ് സെൻറ്റർ, അതിനുശേഷം ടോറസ് ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ്സ്, ജിമ്മിലെ മെഷീനറികളുടെ സെയിൽസ് ആണ്. പിന്നെ ടോറസ് ഫിറ്റ്നസ് അക്കാദമി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഓൺലൈൻ ട്രെയിനിങ്, ഓൺലൈൻ ഡയറ്റ്, വർക്കൗട്ട് എല്ലാം കൊടുക്കുന്ന ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ചെയ്യണ ഒരു ഇതാണ്. അപ്പം എല്ലാത്തിനും ഒരു ടോറസ് ഗ്രൂപ്പ് എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ ടോറസിൻ്റെ പേരിൽ ഇത്രയും ബിസിനസ്സുകളായിട്ട് അങ്ങനെ ചെയ്തു. ഓൺലൈനായിട്ടും ഇവിടെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്? ഉണ്ട്. അത് സെപ്പറേറ്റ് ആണ്. ഈ ടോറസ് ഫിറ്റ്നസ് സെന്ററിന്റെ ഒപ്പമല്ല, അക്കാദമി എന്ന് പറഞ്ഞാൽ വേറെയാണ്. അതിൽ വേറെ ട്രെയിനേഴ്സ്, ഡോക്ടർ, ന്യൂട്രീഷനിസ്റ്റ് എല്ലാം ഉണ്ട്. അവരാണ് അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഞാൻ അത് ഫൈനലൈസ് ചെയ്ത് ഓക്കെ അടിച്ചതിന് ശേഷം അത് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ വന്നപ്പോ തൊട്ട് കേൾക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഫ്രീ ആയിട്ട് മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട് ആർമി, നേവി, എയർഫോഴ്സ് എന്ന് പറഞ്ഞത്. ആ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ്, അത് എങ്ങനെയാ മൈൻഡിലേക്ക് വന്ന അങ്ങനെ ഒരു കൺസെപ്റ്റ്? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതലേ ആർമിയിൽ ചേരണമെന്ന് ഇപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ സിനിമകൾ കണ്ടിട്ടും എൻ്റെ കുറച്ച് ബന്ധുക്കളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഉള്ളൊരു ആരാധന അങ്ങനെ ഉണ്ടായി. പക്ഷെ പിന്നെ നമുക്ക് ഓരോ വഴിത്തിരിവുകൾ വന്ന് അങ്ങനെ മാറിപ്പോയി ഈ ഒരു ബിസിനസ്സിലേക്കൊക്കെ എത്തിയെങ്കിലും അവരോടുള്ള ആ ഒരു റെസ്പെക്റ്റും ആ ഒരു സ്നേഹം, ഇഷ്ടവും ഇപ്പോഴും മനസ്സിൽ തന്നെയുണ്ട്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് നേവി, ആർമി, എയർഫോഴ്സിലൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ജിമ്മ് തുടങ്ങണ സമയത്ത് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്, അവർ നമ്മുടെ റിയൽ ലൈഫ് ഹീറോസ് ആണ് ഈ രാജ്യത്തിൻ്റെ. അപ്പം അവിടെ അവർ വർക്ക് ചെയ്യണവരിപ്പോൾ ലീവിന് വരുമ്പോഴും അതല്ലാതെ റിട്ടയർ ആയാലും അവർക്കിവിടെ ഫ്രീ മെമ്പർഷിപ്പ് ജിമ്മ് തുടങ്ങിയ കാലം തൊട്ടേ ഓഫർ ചെയ്യുന്നതാണ്. അത് അവരോടുള്ള എനിക്കുള്ളൊരു എൻ്റെ ഒരു സ്നേഹം, എൻ്റെ ഒരു ആദരവ് പ്രകടിപ്പിക്കാനുള്ളൊരു അവസരമായി ഞാൻ കരുതാണ് അതിനെ. ഇപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ബാക്കിയുള്ള ക്ലയൻസ് അറിയുമ്പോൾ അവരുടെ കയ്യിൽ നിന്നുള്ളൊരു അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? അങ്ങനെ ഇത് അത്ര പബ്ലിക് ആക്കിയിട്ടില്ല ഇതുവരെ. ഒരാൾ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ അവര് ഇന്നൊരു ആർമി ഇതിൽ നിന്നാണെന്ന് അറിയുമ്പോൾ അവരോട് പറയാണ് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആണ്. അല്ലാതൊരു പബ്ലിസിറ്റി പോലെയോ ജിമ്മിലുള്ള എല്ലാവർക്കും അങ്ങനെ അറിയണമെന്നൊന്നുമില്ല. എന്നെ അടുത്തറിയണ കുറച്ച് പേർക്ക് അറിയാം എന്നല്ലാതെ അത്ര പബ്ലിസിറ്റി പോലെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പോ നമ്മള് വെയിറ്റ് ഗെയിനും ഇല്ല, വെയിറ്റ് ലോസും ഇല്ല, ജസ്റ്റ് ഹെൽത്തി ആയിട്ട് ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പോർട്സ് ചൂസ് ചെയ്യാലോ. അതല്ലാതെ ഇപ്പൊ ജിമ്മ് ചൂസ് ചെയ്യണം അങ്ങനെ പറയാൻ വല്ല സ്പെസിഫിക് റീസൺ ഉണ്ടോ? അതുണ്ട്. സ്പോർട്സ് എന്ന് പറയണത് അതൊരു പാഷൻ കൊണ്ട് ആളുകൾ
ചൂസ് ചെയ്യണ ഒരു കാര്യമാണ്. അപ്പൊ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഫിറ്റ്നസിന് വേണ്ടി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിപ്പോ പലതരത്തിലുള്ള സ്പോർട്സുകൾ ഉണ്ടല്ലോ. അപ്പൊ ആ സ്പോർട്സ് ചെയ്യണവർക്ക് വരെ ജിമ്മിൽ ഒന്ന് വർക്കൗട്ട് ചെയ്യുന്ന സാഹചര്യം വരും. ഇപ്പൊ ആം റെസ്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോർ ആംസ്, ബൈസെപ്സ്, ഡെൽറ്റോയിഡ് എല്ലാം സ്ട്രെങ്ത് വേണതുകൊണ്ട് ആ മസിൽസിന് മാത്രം പവർ വരാൻ, സ്ട്രെങ്ത് വരാൻ വേണ്ടിയിട്ട് അവര് ജിമ്മിലേക്ക് വരും. അതുപോലെ തന്നെ ഓരോ സ്പോർട്സിനും വ്യത്യസ്തമായ രീതിയിലുള്ള ട്രെയിനിങ്ങുകളാണ്. അതിനൊക്കെ അവർക്ക് ജിമ്മിൽ വരേണ്ടി വരും. അപ്പൊ അതൊരു പാഷന്റെ പേരിൽ സ്പോർട്സ് ആയിട്ട് പോണതാണ്. ഒരു ഫിറ്റ് ആയിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എങ്ങനെ ഫിറ്റ് ആവാം, അവരെ ഫിറ്റ്നസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരെ ശരീരം ഹെൽത്തി ആയിരിക്കണമെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള മസിൽസ് ബോഡിയിൽ ഉണ്ടാവണം, ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ബോഡിയിലേക്ക് എത്തണം, ആവശ്യത്തിന് അവരുടെ കാർഡിയോവാസ്കുലർ എക്സസൈസ് അവർക്ക് കിട്ടണം. അപ്പൊ അതിന് മസിൽസ് സ്ട്രെങ്ത് വരാനും ഇപ്പൊ നമുക്ക് വയസ്സായി കഴിയുമ്പോൾ നമ്മുടെ മസിൽസ് ഒക്കെ ചെറുതായി ഒക്കെ വരും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമുക്കൊരു 40 വയസ്സിനൊക്കെ ശേഷമൊക്കെ നമ്മുടെ മസിൽസ് ചെറുതാവാതെ അതിന് സ്ട്രെങ്ത് ഒക്കെ വലുതായിട്ട് തന്നെ നമുക്ക് സ്ട്രെങ്തോട് കൂടി ഇരിക്കാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വരുന്നതാണ് കൊളസ്ട്രോള്, പ്രഷർ, പിന്നെ ഹാർട്ടിലെ ECG വേരിയേഷൻ, പിന്നെ കിതപ്പ് വരാം. അതൊക്കെ വരാതിരിക്കാനാണ് കാർഡിയോവാസ്കുലർ എക്സസൈസുകൾ. ഒരു ജിമ്മിൽ വരുമ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് റുട്ടീനിൽ ചെയ്തു പോകുമ്പോൾ അവരുടെ ഹെൽത്തും മസിൽസും അതുപോലെ ജോയിന്റുകൾ, ബോണുകൾ എല്ലാം കൃത്യമായ ഒരു ഓർഡറിൽ വർക്ക് ചെയ്തു പോകും. അപ്പൊ അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂട്രീഷനും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാലാണ് കറക്റ്റ് ഒരു ഫിറ്റ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പൊ അത്ലറ്റ്സ് ഒക്കെ വരാറുണ്ടോ ജിം ചെയ്യാനായിട്ട്? ഉണ്ടല്ലോ. ഇവിടെ ഞാനൊരു 15 വർഷമായിട്ട് ട്രെയിനിങ് ഫീൽഡിലുണ്ട്. ജിമ്മ് ഒരു 8 വർഷമായിട്ടുള്ളൂ. അപ്പൊ തൊട്ടേ സ്റ്റുഡൻസ് ഒക്കെ ഉള്ളതാണ്. ഇപ്പൊ ഏകദേശം ടോട്ടൽ നോക്കുകയാണെങ്കിൽ 1000-ലധികം സ്റ്റുഡൻസ് ഇവിടെ ജിമ്മിലുണ്ട്. ബോഡി ബിൽഡിംഗ് സ്റ്റുഡൻസ് ആയിട്ടാണെങ്കിൽ ഒരു 30ഓളം പറയാം, 30-ലധികം പറയാം. അതിൽ ഡിസ്ട്രിക്ട് മുതൽ മിസ്റ്റർ യൂണിവേഴ്സ്, മിസ് യൂണിവേഴ്സ് ഒക്കെ കിട്ടിയ അത്ലറ്റ്സ് വരെ ഉണ്ട്. ഇന്റർനാഷണൽ ലെവലിലൊക്കെ കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് ഒരുപാട് പേർക്ക് പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോ വരുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇവിടെ ജിമ്മിന് വരുന്നവർക്ക് ഇവിടെ ട്രെയിനിങ് അല്ലാതെ വേറെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇവിടെ നമ്മൾ മറ്റെല്ലാ ജിമ്മിനേക്കാളും വ്യത്യസ്തമായിട്ട് ഒരുപാട് ഫെസിലിറ്റികൾ ഇവിടെ വരുന്നവർക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഫീസ് എല്ലാം ബാക്കി എല്ലാ ജിമ്മിലെ പോലെ തന്നെയാണ്. ജനറൽ ട്രെയിനിങ് എല്ലാം ബാക്കി ജിമ്മിലെ പോലെ കൊടുക്കുന്നു. അതിനപ്പുറമായിട്ട് ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫുൾ ഹെൽത്ത് ആദ്യം ഒന്ന് മോണിറ്റർ ചെയ്യും. അദ്ദേഹത്തിന്റെ നമ്മൾ ഹൈറ്റും വെയിറ്റും BP തുടങ്ങിയുള്ള എല്ലാ കാര്യ ഹെൽത്ത് ചെക്കപ്പ് ഒന്ന് ആദ്യം നടത്തി അതിനുശേഷം ഒരു മെഷീൻ ഉണ്ട് ഇവിടെ. അത് ഉപയോഗിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുള്ള ഒരു മെഷീനിൽ അവരുടെ ഫുൾ ആയിട്ടുള്ള ബോഡി സ്കാൻ ചെയ്ത് അവരുടെ ഡാറ്റ മുഴുവൻ എടുത്തതിന് ശേഷം നമുക്കൊരു അക്കാദമി ഉണ്ടല്ലോ ടോറസ് ഫിറ്റ്നസിന്. ആ അക്കാദമിയിൽ ഡോക്ടറും ന്യൂട്രീഷനിസ്റ്റും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു അസുഖമുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ ജിമ്മിലല്ല ആദ്യം വരിക, ഡോക്ടറെ കാണാനോ ഒക്കെയാണ് പോവുക. അവിടെ നിന്നാണ് ഡയറ്റും കാര്യങ്ങളൊക്കെ പെയ്ഡായിട്ട് അവർ മേടിക്കുക. അതിന് പകരം ഇവിടെ വന്നാലും മതി. നമ്മൾ അവരിതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അവരെ ഹെൽത്ത് കണ്ടീഷൻ എല്ലാം ചെക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ടുകളെല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ ഇതെല്ലാം നമ്മുടെ അക്കാദമിയിൽ അവർക്ക് കൊടുത്തതിന് ശേഷം അവർ പ്രിപ്പയർ ചെയ്തിട്ട് അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡയറ്റ് ഏത് തരത്തിലുള്ള അസുഖമായ എന്ത് ടൈപ്പ് ആൾക്കാർക്കായാലും എല്ലാം ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ, പിന്നെ അതുകൂടാതെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ട്രെയിനേഴ്സ് എല്ലാവരും. അപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒട്ടും ഇഞ്ചുറി വരാത്ത നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ജിമ്മ് ആയിട്ട് ബന്ധമല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ അറിഞ്ഞല്ലോ, അതിനെ പറ്റി ഒന്ന് പറയാം. അതെന്താണെന്നുണ്ടെങ്കിൽ ആസ്ട്രോളജറാണ് ഞാൻ. ആസ്ട്രോളജി പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ താന്ത്രിക പൂജ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അത് പക്ഷെ ഒരു ബിസിനസ് പോലെയല്ല, പാരമ്പര്യമായിട്ട് കുടുംബപരമായിട്ട് ആസ്ട്രോളജി പൂജയൊക്കെ ഉള്ളതാണ്. അപ്പൊ അതിൻ്റെ ഒരു കുറച്ച് കാലഘട്ടത്തിൽ ഇപ്പം എനിക്ക് അതിലൊരു ഇൻട്രസ്റ്റ് തോന്നിയതിന് ശേഷം അത് പഠിച്ച് അതങ്ങനെ അത് സൈഡായി ഒരു ബിസിനസ് എന്നുള്ള രീതിയിലല്ല, അപ്പൊ നമ്മുടെ പാരമ്പര്യമാണല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ള പോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സും പരിചയക്കാരെല്ലാവരും ജ്യോതിഷമൊക്കെ നോക്കാനൊക്കെ ആയിട്ട് വരാറുണ്ട് വീട്ടിലേക്ക്. അതുകൂടാതെ പൂജകൾക്ക് വരാറുണ്ട് വീട്ടിൽ. അതുകൂടാതെ ഒരു 30-40ഓളം തറവാട്ട് അമ്പലങ്ങളിലെ പ്രതിഷ്ഠകൾക്ക് എൻ്റെ ഗുരുനാഥൻ്റെ കൂടെ ഞാൻ പോയിട്ട്, ഗുരുനാഥനാണ് തന്ത്രിയായിട്ട് പോവുക, അപ്പം അദ്ദേഹത്തെ കൂടെ തന്നെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഒരു സിനിമ ഒരു പെട്ടെന്നൊരു ചാൻസ് വന്ന് അങ്ങനെ അതും ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ വന്ന് പെട്ട് ഇൻട്രസ്റ്റിലൊക്കെ ഓരോന്നിൽ ഇറങ്ങി തിരിച്ച് ചെന്നതാണ്.
ഓക്കെ, നമുക്ക് ടോറസ് ഫിറ്റ്നസിലോട്ട് വരാം. ഇതിന് ഇനി ഫ്യൂച്ചർ എന്താ? ഇതിന്റെ വേറെ ബ്രാഞ്ചസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? തൃശ്ശൂർ അല്ലാതെ വേറെ ഡിസ്ട്രിക്റ്റിലോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, ജിമ്മുകൾക്ക് അങ്ങനെ കൂടുതൽ ബ്രാഞ്ച് ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ ഒരു ജിമ്മ് തന്നെ നല്ല രീതിയിൽ നമ്മൾ ഒരുപാട് ഫെസിലിറ്റികളും ഓഫറുകളും ഇവിടെ വരുന്നവർക്ക് മറ്റൊരു ജിമ്മ് നൽകാത്ത രീതിയിൽ കൊടുക്കുന്നുണ്ട്. അത് ആളുകളുടെ ഫിറ്റ്നസ്, അവരെ ഹെൽത്ത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. നമുക്കൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് ഒരുപാട് ജിമ്മുകൾ തുടങ്ങി. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. ഇപ്പം എനിക്ക് എല്ലാം എൻ്റെ മേൽനോട്ടത്തിൽ നടക്കണം എന്നാണ്. ഈ പറഞ്ഞ അക്കാദമി ആയാലും ജിമ്മായാലും എല്ലാത്തിലും ഞാൻ ഇടപെടും. ഇപ്പോൾ നമ്മുടെ ന്യൂട്രീഷനിസ്റ്റ് അവരെല്ലാവരും ഉണ്ടായിട്ട് എന്തൊക്കെ ഒരു പ്രിപ്പയർ ചെയ്താലും അതിനൊക്കെ ഫൈനലായിട്ട് ഞാനാണ് ഡിസിഷൻ എടുത്തെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ജിമ്മിലായാലും ഓരോരുത്തരുടെ ഇവിടെ ട്രെയിനർ ഉണ്ടെങ്കിലും അവരുടെ എല്ലാം കാര്യങ്ങൾ ഫൈനലായിട്ട് ചെക്ക് ചെയ്തൊക്കെ ഞാൻ തന്നെയാണ് ഇൻഫർമേഷൻ കൊടുത്ത് ചെയ്യുക. കൂടുതൽ ഇതിലേക്ക് പോകുമ്പോൾ അതൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ജിമ്മിനെ മാറ്റാൻ എനിക്ക് അത്ര ആഗ്രഹമില്ല. ഇപ്പോഴത്തെ ജനറേഷനോട്, ഇപ്പോഴത്തെ യൂത്ത് ആയിട്ടുള്ള കുട്ടികളോട് എങ്ങനെയാണ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുക? അവരോട് എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ യൂത്തിനോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. കാരണം നമ്മൾ ന്യൂസിൽ എല്ലാത്തിലും കാണുന്നത് ഇപ്പോൾ അവരെല്ലാം ഡ്രഗ്സിന്റെ പിന്നാലെയാണെന്നാണല്ലോ. ഇവിടെ നമ്മുടെ ജിമ്മിലായാലും നമ്മൾ നോക്കുമ്പോൾ യൂത്തൊക്കെ വളരെ കുറവാണ്. വളരെ ചുരുക്കം ആളുകളൊക്കെയാണ് ജിമ്മിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ അവർ ഇപ്പോഴത്തെ ഒരു സന്തോഷത്തിനും ഒക്കെ വേണ്ടി ഇതൊക്കെ യൂസ് ചെയ്ത് അതിൽ ആനന്ദം കണ്ടെത്തും. പക്ഷേ നമ്മൾ പഴയ തലമുറ എടുക്കായ പോലെ അവരൊന്നും ഇത്രയധികം ഒന്നും കൂടിപ്പോയ 2 പെഗ് അടിക്കുന്നൊക്കെ ഉള്ളൂ. അവർ പോലും 35-40 വയസ്സിന് ശേഷം ഇവിടെ വന്ന് കാണുമ്പോൾ അവർക്കൊക്കെ കിതപ്പ്, BP, ഷുഗർ, അവരുടെ ECGയിൽ വേരിയേഷൻ, ലിവർ ഫാറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നം അവർക്ക്. അപ്പൊ അവർക്കൊന്നും കൃത്യമായിട്ട് അവരുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വളരെ ബുദ്ധിമുട്ടൊക്കെയാണ് ഇങ്ങോട്ട് വന്ന് അവരെ നമ്മൾ ശരിയാക്കി എടുക്കാൻ നോക്കണത്. ചിലതൊക്കെ എക്സ്ട്രീം വെർഷൻസ് ആയിപ്പോയി ഇനി റിക്കവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വരെ എത്തും. അപ്പൊ ഇത് അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ലെവലിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം ആരോഗ്യം വളരെയധികം ബുദ്ധിമുട്ടിലാവും ഭാവിയിൽ. നിങ്ങളൊരു 35-40 ആകുമ്പോഴേക്കും പ്രധാനമായിട്ട് ഇതിനൊക്കെ പ്രശ്നം വരുന്നത് ബ്രെയിനെയാണ് ഇതൊക്കെ ബാധിക്കണേ. ഇപ്പൊ നമ്മുടെയൊക്കെ പഴയകാല ആൾക്കാരിൽ എത്രയൊക്കെയോ നല്ല സയന്റിസ്റ്റുകളും എത്രയൊക്കെയോ നന്നായി ചിന്തിച്ച് ബുദ്ധിയുള്ള ആൾക്കാരാ. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്തിക്കാനൊക്കെ ഉള്ള കപ്പാസിറ്റിയും ബുദ്ധിയൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു പോകും അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ. കൃത്യമായി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായി വർക്കൗട്ട് ഇതൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല ആരോഗ്യമൊക്കെ സംരക്ഷിച്ച് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഇന്നോവേറ്റീവ് ആയിട്ട് ഓരോ ഐഡിയകളൊക്കെ നിങ്ങൾക്ക് വന്ന് എല്ലാം നന്നായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റും. It was really good spending with you, sir, and it is very inspiring. And also, I'm sure that it will be helpful for the society who is willing to take care of their health. It will be very motivation for them. And also, thank you for giving me an opportunity for taking the interview. Thank you, Taurus Fitness Center and Adityanath sir. Thank you. Thank you, Adityanath Surendran sir and Taurus Fitness Center for giving me an opportunity to interact with you. Thank you so much. ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.